എന്തു പറയാനോ, എന്ത് കഷ്ടപ്പാടുണ്ടായിട്ടാണോ എന്തോ. അവരുടെ മരുമോള് മേഘന, അവളുടെ പേരിലുണ്ടായിരുന്ന ഷെയർസ് എല്ലാം ഇന്ന് എനിക്ക് വിറ്റിരിക്കുക. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് ഈ കാണുന്നത്. ഇപ്പോ നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷന്റെ മാക്സിമം ഷെയറും എന്റെ കയ്യിലാണ് ഉള്ളത്. അതായത് നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അധികാരം പകുതിയിലധികവും ഇപ്പോ എന്റെ കൈകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ ഞാൻ മാത്രം അറിഞ്ഞ പോരെന്ന് തോന്നിയതുകൊണ്ടാ നന്ദൻ ഗ്രൂപ്പിന്റെ സത്യാവസ്ഥകൾ ഈ പ്രസ് മീറ്റിലൂടെ നിങ്ങളെ കൂടി അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കാം. തൽക്കാലത്തേക്ക് ഈ ന്യൂസ് നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ആഘോഷിക്കും. നെവർ. ഇതിന്റെ ഒരു കളിയാ. ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഗൂഢാലോചനയുണ്ട്. ചിലപ്പോൾ നീ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ച് സത്യമല്ലാത്ത കാര്യം അവൻ ഒരിക്കലും പറയില്ല. ഇത് നാടകമാണെന്ന് വിചാരിക്കുന്ന നമ്മളാ വിഡ്ഢികൾ. ഇതിലെന്തോ കാര്യമുണ്ട് മിഥുൻ. ഉണ്ടാവില്ല ഡാഡ്. മേഘന ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മുടെ കമ്പനിയെ തകർക്കാനുള്ള ഒരു ശ്രമം അവൾ ഒരിക്കലും നടത്തില്ല. മറ്റെന്തോ ഉദ്ദേശത്തിന് വേണ്ടി ഈ പ്രസ് മീറ്റ് അവൻ മനഃപൂർവ്വം നടത്തിയതാ. മേഘന ഇങ്ങോട്ട് വന്നാലല്ലാതെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ കഴിയില്ല. അതല്ല വലിയേട്ടാ, ഏട്ടത്തിയമ്മ സൈൻ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? അതിന്റെ ഡോക്യുമെന്റ്സും അയാൾ കാണിച്ചു തന്നില്ലേ? ഓഫ് കോഴ്സ്. അവൻ ഇതല്ല ഇതിന്റെ അപ്പുറവും കാണിക്കും. അവന്റെ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അപ്പൊ പിന്നെ അവൻ ഇങ്ങനെ പല ഡോക്യുമെന്റ്സും കൊണ്ടുവരും. അങ്ങനെ കണ്ണടച്ച് അവനെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. മേഘനയോട് സംസാരിച്ച ശേഷം ഈ പ്രവീണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ മതി. ഹലോ മിഥുൻ, ഹൗ ആർ യു? എന്തിനാ നീ എന്നെ വിളിച്ചേ? അയ്യോ, എന്നോട് ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടല്ലേ. ഓക്കെ, ദേഷ്യം വരാതിരിക്കുന്നത് എങ്ങനെയല്ലേ? സ്വന്തം കമ്പനി ശത്രുവിന്റെ കയ്യിലായാൽ ആർക്കത് സഹിക്കാൻ പറ്റുക? അതുകൊണ്ട് ഞാൻ നിന്നോടങ്ങ് ക്ഷമിക്കുക. എന്താണ് നിന്റെ മനസ്സിലെ ഉദ്ദേശം? പ്രത്യേകിച്ച് അങ്ങനെ ഉദ്ദേശമൊന്നുമില്ലെന്നേ. ടെൻഷനാവല്ലേ? ടിവിയിലെ ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് എനിക്കറിയാം. പബ്ലിക്കായിട്ട് ഞാൻ അനൗൺസ് ചെയ്യാൻ ധൈര്യം കാണിച്ചപ്പോ കാര്യത്തിന്റെ കിടപ്പും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കുറെ കാലമായി കണ്ണിൽ എണ്ണയൊഴിച്ച് ഒരു അവസരത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അത് ഇന്നാ ഒന്ന് ഒത്തു കിട്ടിയത്. പക്ഷെ കിട്ടിയപ്പോ അതൊരു വലിയ കിട്ടലായിരുന്നു. എന്തായാലും നിന്റെ ഭാര്യയോട് വേണം ഇതിന് നന്ദി പറയാൻ. ബുദ്ധിയുള്ളവളാവുമെന്ന് ഞാൻ കരുതി. പക്ഷെ മരമണ്ടിയാണെന്ന് തെളിയിച്ചു തന്നു. എന്തായാലും അവളുടെ വെഡിത്ത് നിന്റെ കമ്പനിയെ എന്റെ കൈകളിലാക്കി. മിഥുൻ, നീ ചെവിയെ നുള്ളിക്കും. എല്ലാറ്റിനെയും ഞാൻ നക്ഷത്രം എണ്ണിക്കും. എന്റെ കാലെ കിടക്കുന്ന ചെരുപ്പിന്റെ വില പോലും ഇനി നിനക്കൊന്നും ഉണ്ടാവില്ല. ആ
പിന്നെ മിഥുൻ, ഇത്രയും വലിയൊരു ഭാഗ്യം എന്റെ കൈകളിൽ ഏൽപ്പിച്ചതിന് നിന്റെ ഭാര്യ മേഘനയോട് പ്രത്യേകം ഒരു നന്ദി പറഞ്ഞേക്കണം കേട്ടോ. മേഘന എവിടെ പോയിരിക്കാ? മിഥുനേട്ടൻ ഇല്ലാത്ത ലോകത്ത് ഒരിക്കലും ഞാനുണ്ടാവില്ല. മിഥുനേട്ടനെ ചുറ്റിപ്പറ്റി മാത്രമാണ് ഞാനും എന്റെ ലോകവും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏട്ടൻ നിന്ന് സൂര്യനുള്ളിടത്തോളം മാത്രമേ മേഘന എന്ന ഗ്രഹം ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുകയുള്ളൂ. മേഘന വന്നേ. ഹച്ചി. ഹച്ചി. അയ്യോ മിഥുനേട്ടാ, ഇനി ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ മേഘനെ, പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്ന അസുഖം മാറോ? പിടിക്കാൻ. ഹച്ചി. അടിപൊളിയായിട്ടുണ്ട് മിഥുനേട്ടാ, എനിക്കിത് ഒത്തിരി ഇഷ്ടായി. വിടും, ഇങ്ങോട്ട് തരാം. വിടും. മേഘന എന്നെ നകന്നു പോവുകയാണെന്ന് അറിയുന്ന ഓരോ നിമിഷവും എന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയെ ഞാൻ അനുഭവിക്കുന്നേ. ഓർക്കും മിഥുനേട്ടാ, മിഥുനേട്ടന് ഒത്തൊരു ജീവിതം എനിക്ക് വിധിച്ചിട്ടില്ലായിരിക്കാം. ആ വിധമെല്ലാം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒടുവിൽ ഞാനിതാ തോറ്റുപോയിരിക്കുന്നു. എല്ലാവരും കൂടി എന്നെ തോൽപ്പിച്ച് കളഞ്ഞു മിഥുനേട്ടാ. പ്രത്യേകിച്ചും മഞ്ജരിയുടെ ഗൂഢാലോചനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ടാവുന്നുണ്ടായിരുന്നില്ല. മിഥുനേട്ടന്റെ അമ്മയെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് എനിക്ക് ഏട്ടനൊത്തൊരു ജീവിതം പടുത്തുയർത്താൻ ആഗ്രഹമില്ല. എന്നോട് ഏട്ടന് ദേഷ്യമായിരിക്കും, എന്നാൽ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഹലോ ഹലോ, മേഘന എങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ? വന്നില്ലല്ലോ. ഓ ഇല്ല അല്ലേ, ശരി എന്നാ. ഹലോ, ഞങ്ങളുടെ മേഘന നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നോ? അയ്യോ ഇല്ലല്ലോ. ഓ വന്നില്ലല്ലേ, എന്നാ ശരി. ഏട്ടാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല വലിയേട്ടാ. നിങ്ങൾ എല്ലാരും ഇങ്ങനെ വടിവഴുകി നിൽക്കുന്നത് കാണുമ്പോ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോന്ന് അറിയുന്നില്ല. പശുവും ചത്ത മോരിലെ പുളിയും പോയി. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ടൊട്ട് കാര്യവുമില്ല. അതുപോലെയാണ് ഇപ്പൊ മേഘനയുടെ കാര്യവും. അവള് പറ്റാവുന്ന അത്ര പണിയും തന്നിട്ട് പൊടിയും തട്ടി പോയെന്നേ. അങ്ങനെ ഉറപ്പിച്ചു പറയാനായിട്ട് നിനക്കങ്ങനെ കഴിയും? പ്രവീൺ മാധവന്റെ ഇന്റർവ്യൂ ഞാനും കണ്ടിരുന്നു. ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് അവൾ ഏത് വകുപ്പിൽ തിരിച്ചു വരുന്ന ചെയ്യട്ടാ? മമ്മി എന്താ ഈ പറയുന്നേ? കോടികൾ വിലമതിക്കുന്ന ഷെയർസ് അത്.
അതും വിറ്റ് കാശാക്കി അവള് കടന്നു കളഞ്ഞടാ. നോട്ടുകെട്ടുകൾ കൈ കിട്ടിയപ്പോ ഭാര്യയാണെന്നും മരുമകളാണെന്നുള്ളതൊക്കെ അവള് മറന്നു. എല്ലാം ഈ ജേട്ടനെ പറഞ്ഞാ മതി. കണ്ണടച്ചങ്ങ് എഴുതി കൊടുത്തപ്പോ ആലോചിക്കണായിരുന്നു. ചെറിയമ്മേ, മേഘനെ ചെറിയമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഒരിക്കലും പണത്തെ മോഹിക്കുന്ന ഒരാളല്ല മേഘന. ഇതാ പ്രവീൺ മാധവന്റെ എന്തോ സൂത്രപ്പണിയാണെന്നുള്ളത് ഉറപ്പാ. അവൻ മേഘനയെ ബലിയാടാക്കിയിരിക്കുക. അയ്യോ മിഥുനെ, വിശ്വാസമൊക്കെ കൊള്ളാം, എന്ന് വെച്ച് കണ്ണടച്ചങ്ങ് വിശ്വസിക്കരുതെന്നേ ഉള്ളൂ. മേഘനയെ വിശ്വസിച്ചതിന് തക്ക ഫലം കിട്ടിയില്ലേ? ഇനി എവിടെയാ പിഴച്ചതെന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമം നടത്തും മിഥുൻ. എന്തായാലും പ്രിയമതേ, കിട്ടിയ തക്കത്തിന് മേഘനയെ കുറ്റവാളിയാക്കി നിർത്താനുള്ള നിന്റെ ഈ ശ്രമം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ജേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ സത്യം നിങ്ങളുടെയൊക്കെ കൺമുമ്പിൽ വെട്ടിത്തിളങ്ങി കാണുന്നുണ്ടല്ലോ. എന്നിട്ടും വിശ്വസിക്കില്ല എന്ന് വെച്ചാ? പ്രിയമതേ, ഇത്രയും നാൾ അവളോടൊപ്പം ഈ കുടുംബത്തിൽ കഴിഞ്ഞതിന്റെ വെളിച്ചത്തിൽ പറയാം. സ്വന്തം ആൾക്കാർക്കും കുടുംബത്തിനും വേണ്ടി മേഘന എന്നും ത്യാഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവളാ. അവൾക്കൊരിക്കലും ചതിക്കാനാവില്ല. നിനക്ക് മേഘനയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അത് മറ്റുള്ളവരുടെ മനസ്സിനുള്ളിലേക്കും പകർന്നു കൊടുക്കാനുള്ള നിന്റെ ഈ ശ്രമം അങ്ങ് ഉപേക്ഷിക്കും. ഞാൻ നിർത്തി ചേച്ചി. ഇനിയെല്ലാം വഴിയേ മനസ്സിലായിക്കോളും. വെറുതെ എന്തിനും ഞാൻ എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റിക്കുന്നേ? മേഘനയുടെ ചതി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ എന്റെ കയ്യിൽ ഞാൻ നല്ലൊരു തെളിവ് കരുതിയിട്ടുണ്ട്. എന്താ പ്രിയമതി ഇതിന്റെ അർത്ഥം? ഇനിയെങ്കിലൊന്ന് മനസ്സിലാക്ക്. പാമ്പിനാ നിങ്ങള് പാല് കൊടുത്ത് വളർത്തിയ, അട്ടയെ പിടിച്ച മെത്തെ കടത്തിയ. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ശത്രുവുമായി മേഘന കൂട്ടുകൂടിയെന്നോ? നന്ദൻ കുടുംബത്തിന്റെ നാശം ആഗ്രഹിച്ചവരെ മേഘന സപ്പോർട്ട് ചെയ്തെന്നോ? മേഘന എന്തിനാ ഇങ്ങനെ ഒരു അവിവേകം കാണിച്ചത്? ഷേസിന്റെ രൂപത്തിൽ അവക്ക് കിട്ടിയത് കോടികളല്ലേ മിഥുൻ? വിവാഹമോചനം കഴിഞ്ഞ മേഘന വഴിയാധാരാവരുതെന്ന് കരുതി ജയദേവേട്ടൻ ഭ്രാന്ത് മൂത്ത് ഷേസ് എല്ലാം അവളുടെ തോളത്തോട്ട് വെച്ചു കൊടുക്കുമ്പോ ആലോചിക്കണായിരുന്നു. പണത്തിനു വേണ്ടി മേഘന ഇങ്ങനെ ചെയ്തെന്നോ? നമ്മുടെ ചോരയെ നീരുവാ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവള് പണയം വെച്ചത്. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. അവസരം കിട്ടുന്നതുവരെ നല്ലവളാണെന്നുള്ള വ്യാജേന തകർത്ത് അഭിനയിക്കും ഇവളുമാര്. ഒടുവിൽ ഉദ്ദേശിച്ചത് കൈ കിട്ടിയ ഓന്തിനെ പോലെ ഷടപടയെന്നായിരിക്കും അവരുടെ പ്രകൃതം മാറുക. മേഘനയെ ഞാൻ അത്ര കണ്ട് വിശ്വസിച്ചതാ. ഒടുവില് കോടതി മുഖേന ബന്ധം വേർപെടുത്തിയതിനു ശേഷം അവളെ ഞാൻ വീണ്ടും സ്വീകരിച്ചു. എന്നിട്ടും അവള് ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന എന്നോട് കാണിക്കുമെന്ന് കരുതിയില്ല. മിഥുൻ, ഈ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ നീ തീരുമാനമെടുക്കാൻ വരട്ടെ. ആസൂത്രിതമായ പല കള്ളങ്ങളും ആ വീഡിയോയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇതിൽ കൂടുതൽ സത്യവും അസത്യവും എന്ത് തിരിച്ചറിയണമെന്നാ പറയുന്നേ? കാര്യമില്ലാതെ പ്രവീണും നാട്ടുകാരോട് വിളിച്ച് പറയില്ലല്ലോ. ഇനിയും കണ്ണടച്ച് വിശ്വസിക്കാൻ ഞാൻ അത്രയ്ക്ക് പമ്പര വിഡ്ഢിയൊന്നുമല്ല. വിഡ്ഢിയാകാതിരിക്കാൻ വേണ്ടിയല്ല വല്യച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒന്നുമില്ലെങ്കിലും ഏട്ടത്തിയുടെ നാവിന്ന് തന്നെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. അതാണ് ശരി. ഏട്ടത്തി ഒരിക്കലും കാശിന്റെ പുറകെ പോകുന്ന ആളല്ല. വേണ്ട വിവേക്, ഇനിയും മേഘനയെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ആ ഷേസ് സൈൻ ചെയ്തു കൊടുത്തത് അവള് തന്നെയല്ലേ. അതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് അവക്കറിയാലോ. അറിഞ്ഞുകൊണ്ട് ചെയ്ത ചതി. അങ്ങനെ പറയല്ല വല്യമ്മേ. ആദ്യം ഏട്ടത്തി എവിടെയാന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു നോക്കാം. എന്നിട്ടൊരു തീരുമാനം എടുത്താൽ പോരെ? ഉറപ്പായും പ്രവീൺ മാധവന്റെ കളിയായിരിക്കും ഇത്.
അതിന് വഴിയില്ല വിവേക്. നല്ല വിളന്ന മുഖംമൂടി അണിഞ്ഞോണ്ട് എല്ലാരെയും വിശ്വസിപ്പിച്ച് അവളാണ് കളിച്ചത് മുഴുവൻ. ഇങ്ങനെയുള്ളവളുമാർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സ്ഥാനം കൊടുക്കരുത്. ഇതുവരെ കബളിപ്പിക്കപ്പെട്ടതൊക്കെ മതി. ഇനി അവളെ വിശ്വസിച്ച് ഒന്നും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഈ ജന്മം ഞാൻ ഇനി മേഘന എന്ന പേര് പോലും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അരുണിമേ, നീയെങ്കിലും എല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കിയത് വരെ മതിയേട്ടാ. നന്ദൻ കുടുംബം അത്ര ബലഹീനപ്പെട്ടിട്ടില്ല. പക്ഷെ ഇനിയും മേഘനയെ നമ്മുടെ കൂടെ നിർത്തിയ നമ്മുടെ തായ്വേര് വരെ ഇളകിയെന്ന് വരും. അവളാ പ്രവീൺ മാധവിന്റെ വലങ്കയായി മാറിയിരിക്കുക. മേഘനയുമായി കൈകോർത്തുകൊണ്ട് നമ്മളെ ഇത്രത്തോളം ദ്രോഹിച്ച പ്രവീൺ മാധവിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എങ്ങോട്ടാ? ഒന്ന് നിന്നേ. എനിക്ക് ആ പ്രവീൺ മാധവനെ ഒന്ന് കാണണം. അവിടെ നിൽക്കേ, പോകലേ അരുണിമേ. എന്തായാലും അപ്പ ആ വീഡിയോ എടുക്കാൻ തോന്നിയത് നന്നായി. അതാണ് ഇപ്പൊ ഇവിടെ ഒരു ബ്രഹ്മാസ്ത്രമായി മാറിയത്. എന്തായാലും കൊള്ളാം, മേഘനയുടെ സാമ്രാജ്യം തകർന്നടിഞ്ഞല്ലോ. പ്രവീൺ മാധവ്, യു കാരി ഓൺ.